നമസ്കാരം. ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഒരു കുഞ്ഞിനെങ്കിലും മുലയൂട്ടിയിട്ടുള്ള അമ്മമാർക്ക് ഗർഭപാത്ര ക്യാൻസറിനുള്ള സാധ്യത കുറവ്. പരീക്ഷണ വിജയവുമായി ഓസ്ട്രേലിയയിലെ ഗവേഷകർ. 6 മണിക്കൂറിന് താഴെ ഉറങ്ങുന്നവരെ കാത്തിരിക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ. ജീവിതശൈലീ രോഗങ്ങൾക്ക് പുറമെ പക്ഷാഘാതത്തിനും ഹൃദയാഘാതത്തിനും സാധ്യത. മുംബൈയിലെ സർക്കാർ സ്കൂളുകളിലെ 1/3 കുട്ടിക്ക് പോഷകാഹാരക്കുറവ്. ഇന്ത്യയിലെ സമ്പന്ന നഗരമായ മുംബൈയിലെ സർക്കാർ സ്കൂളുകളിലെ 1/3 കുട്ടിക്ക് പോഷകാഹാരക്കുറവുള്ളതായി റിപ്പോർട്ട്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇതിന്റെ തോത് 4 മടങ്ങ് കൂടുകയും ചെയ്തു. 2013-14 ഇത് 8%, എന്നാൽ 2015-16 ആയപ്പോൾ ഇത് 34% ഉയർന്നു. മുംബൈ കോർപ്പറേഷന് തന്നെ കണക്കുകളാണിത്. ഏകദേശം സ്കൂളുകളിലെ പകുതിയോളം കുട്ടികൾ പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നുണ്ട്. കോർപ്പറേഷൻ തലത്തിൽ സർക്കാർ സ്കൂളുകളിൽ പോഷകസമൃദ്ധമായ ഉച്ചഭക്ഷണം വിതരണം നടക്കുന്നുണ്ട്. എന്നിട്ടും കുട്ടികളിലെ പോഷകാഹാരക്കുറവ് ഞെട്ടിക്കുന്നതാണ്. മുലയൂട്ടൽ ഗർഭപാത്ര ക്യാൻസർ കുറയ്ക്കുമെന്ന പഠനം. ഓസ്ട്രേലിയയിലെ ഒരു കൂട്ടം ഗവേഷകരാണ് ഇത് സംബന്ധിച്ച് പഠനം നടത്തിയത്. ഇത് സംബന്ധിച്ച നിരീക്ഷണങ്ങൾ മുൻപും നടന്നിട്ടുണ്ട്. ഒരു കുഞ്ഞിനെയെങ്കിലും മുലയൂട്ടിയിട്ടുള്ള അമ്മമാർക്ക് ഗർഭപാത്ര ക്യാൻസറിനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കുറഞ്ഞ കാലയളവിൽ മാത്രം കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്ന അമ്മമാരുമുണ്ട്. എന്നാൽ എത്ര കാലം കൂടുതൽ കുട്ടികളെ മുലയൂട്ടുന്നുവോ അത്രയും അർബുദ സാധ്യത അകന്നു നിൽക്കും. ഓസ്ട്രേലിയയിലെ 26,000 സ്ത്രീകളിലാണ് ഇത് സംബന്ധിച്ച് നിരീക്ഷണം നടത്തിയത്. എന്നാൽ ഇതൊരു പുതിയ കണ്ടെത്തലാണെന്നും ഇതോടൊപ്പം കൃത്യമായ വ്യായാമത്തിലൂടെയും നല്ല ഭക്ഷണ രീതിയിലൂടെയും ക്യാൻസറിനെ അകറ്റി നിർത്താമെന്നും ഗവേഷകർ പറയുന്നു. കാഴ്ചക്കുറവിനെ കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഒഫ്താൽമോളജി വകുപ്പ് മേധാവിയായ ഡോക്ടർ ഗോപാൽ എസ് പിള്ളയാണ്. ഡോക്ടർ, ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ഡോക്ടർ, എന്തൊക്കെ കാര്യം കൊണ്ടാണ് ഈ കാഴ്ചക്കുറവ് ഉണ്ടാകുന്നത്? ഇതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. ദൈവം മനുഷ്യന് തന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്ദ്രിയമാണ് കണ്ണുകൾ. അതിൻ്റെ കാഴ്ച എന്നുള്ളത് ഏറ്റവും വലിയൊരു വരദാനമാണ്. കാഴ്ച കുറയുന്നത് പല രീതിയിലാവാം. ഒന്നുകിൽ നമ്മളുടെ ദൂരക്കാഴ്ച കുറഞ്ഞു വരുന്നു, അതായത് കൂടുതൽ ദൂരെയുള്ള ആളുകളെ കാണാൻ പറ്റുന്നില്ല, ദൂരെയുള്ള ബസ്സിൻ്റെ ബോർഡ് കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരാൾ നടന്നു വരുന്നുണ്ടെങ്കിൽ അയാളുടെ മുഖം കാണാം, പക്ഷേ ആളാരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ദൂരക്കാഴ്ചയിലെ കുറവ്. അടുത്തുള്ള നമ്മളുടെ അക്ഷരം വായിക്കുന്നത് ചിലപ്പോൾ ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല. കുറച്ച് ദൂരെ പിടിച്ചാലേ വായിക്കാൻ പറ്റുള്ളൂ. കുറച്ച് ലൈറ്റ് മങ്ങിക്കഴിഞ്ഞാൽ വായിക്കാൻ പറ്റുന്നില്ല. അത് അടുത്തുള്ള കാഴ്ചക്കുറവ്, അതും സംഭവിക്കാം. ചിലപ്പോൾ നമ്മൾ നേരെ നടക്കുമ്പോൾ നമ്മളുടെ വിഷ്വൽ ഫീൽഡ് അഥവാ നമ്മളുടെ ചുറ്റുമുള്ള കാഴ്ച കുറഞ്ഞു വരാവുന്ന പല അസുഖങ്ങളുണ്ട്. ഗ്ലോക്കോമ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. അതിൽ നമ്മളുടെ ഫീൽഡ് ഓഫ് വിഷൻ കുറഞ്ഞു വരും. ഞാൻ നേരെ നോക്കുകയാണെങ്കിൽ ഈ 2 സൈഡിലുള്ള കാര്യങ്ങൾ ഞാൻ കാണില്ല. നേരെ ഒരു ട്യൂബിനുള്ളിൽ കൂടെ നോക്കുന്നത് പോലെ മാത്രമേ ഞാൻ കാണുകയുള്ളൂ. അതിനാണ് ഫീൽഡ് ലോസ് എന്ന് പറയുന്നത്. കളർ വിഷൻ, കോൺട്രാസ്റ്റ് സെൻസിറ്റിവിറ്റി, അതായത് 2 ഷെയ്ഡുകൾ തമ്മിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റായ്ക, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള കാഴ്ചക്കുറവ് നമുക്ക് സംഭവിക്കാം. പലതരത്തിലുള്ള കാഴ്ചക്കുറവുകളെ കുറിച്ച് താങ്കൾ പറഞ്ഞു. എന്താണ് ഇത്തരത്തിലുള്ള കാഴ്ചക്കുറവിൻ്റെയൊക്കെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും കോമൺ ആയിട്ടുള്ള കാഴ്ചക്കുറവിൻ്റെ കാരണം നമ്മളുടെ കണ്ണാടിയുടെ പവറാണ്, അതായത് റിഫ്രാക്റ്റീവ് എറർ. അതിൽ തന്നെ ഷോർട്ട് സൈറ്റാണ് വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. പിന്നെ നമ്മളുടെ കണ്ണിൻ്റെ ഘടന ഒരു ക്യാമറയുടെ ഘടന പോലെ തന്നെയാണ്. അതിൽ നമുക്ക് കൃഷ്ണമണിയുണ്ട്, ഇവിടെ ഏറ്റവും ഔട്ടർ കവറുണ്ട്, അതിനുശേഷം ലെൻസ് വരുന്നുണ്ട്, ഈ കണ്ണിലും വരുന്നുണ്ട്, കൃഷ്ണമണിയിലും ലെൻസിലും ക്യാമറയിലും വരുന്നുണ്ട്. അതിനുശേഷം അപ്പർച്ചർ അല്ലെങ്കിൽ ഷട്ടർ എന്ന് പറയുന്ന ക്യാമറയിൽ വരുന്നത് തന്നെയാണ് ഇതിൽ പ്യൂപ്പിൾ അഥവാ ഐറിസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ലൈറ്റ് വന്ന് നമ്മളുടെ ഔട്ടർ കവർ, അതായത് കൃഷ്ണമണിയിലൂടെ ഉള്ളിലേക്ക് വന്ന് ലെൻസിലൂടെ ഫോക്കസ് ചെയ്ത് റെറ്റിന അഥവാ ക്യാമറയിലെ ഫിലിമിൻ്റെ അതേ ഫങ്ഷനാണ് കണ്ണിൻ്റെ റെറ്റിനയിലുള്ളത്. ഈ റെറ്റിനയിൽ വന്ന് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമ്മൾ കാണുക. ഈ വിഷ്വൽ അപ്പാരറ്റസിന്
എന്ത് പ്രോബ്ലം സംഭവിച്ചാലും നമ്മളുടെ കാഴ്ച കുറയാം. വിഷ്വൽ അപ്പാരറ്റസിന് പ്രോബ്ലം വരുന്നത് ഏറ്റവും മുമ്പിലുള്ള കൃഷ്ണമണിയിൽ ഡ്രൈനെസ് വരുന്നത് തൊട്ട്. അതിൽ ഡ്രൈ ആയിട്ടുള്ള കോർണിയ ഉള്ള ആളുകൾക്ക് അതിൻ്റെ ഏറ്റവും പുറത്തുള്ള പ്രതലം വളരെ ഇറഗുലറായിരിക്കും. ലൈറ്റ് വന്ന് പതിക്കുന്നത് ഇറഗുലറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റിഫ്രാക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളുടെ കാഴ്ച മങ്ങും. കൃഷ്ണമണിയുടെ സുതാര്യത നഷ്ടപ്പെടുകയാണെങ്കിൽ, ഒരു കോർണിയൽ ഒപ്പാസിറ്റി എന്തെങ്കിലും വരികയാണെങ്കിൽ, അല്ലെങ്കിൽ കൃഷ്ണമണിയിൽ എന്തെങ്കിലും ഇഞ്ചുറി വന്നാൽ കാഴ്ച കുറയും. അതിനുശേഷം കണ്ണിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ലെൻസിൻ്റെ സുതാര്യത നഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ട്രാൻസ്പാരൻറ്റ് നേച്ചർ പോകുന്ന അസുഖമാണ് കാട്രാക്ട് അഥവാ തിമിരം. അത് വളരെ കോമൺ ആയിട്ട് എല്ലാവരും കേട്ടിട്ടുള്ള ഒരു അസുഖമായിരിക്കുമല്ലോ. അപ്പോഴും നമ്മളുടെ കാഴ്ച കുറയും. കണ്ണിൻ്റെ ആൻറ്റീരിയർ ചേംബറിൻ്റെ ഒരു ആംഗിൾ ഉണ്ട്. ആ ആംഗിളിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്ന് കണ്ണിൻ്റെ ഉള്ളിലെ ഫ്ലൂയിഡ് ആംഗിളിലൂടെയാണ് വെളിയിലേക്ക് പോകുന്നത്. ആ ഫ്ലൂയിഡിൻ്റെ പ്രഷർ കൂടുന്ന അസുഖമാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ഗ്ലോക്കോമയിൽ ടിപ്പിക്കലായിട്ട് കണ്ടുവരുന്നത് നമ്മളുടെ ഫീൽഡ് ഓഫ് വിഷൻ, ചുറ്റുമുള്ള കാഴ്ച കുറഞ്ഞു വരിക എന്നുള്ളതാണ്. അതാണ് ഗ്ലോക്കോമയിൽ സംഭവിക്കുന്നത്. കണ്ണിൻ്റെ പിന്നിലുള്ള റെറ്റിനയിൽ ഒരുപാട് അസുഖങ്ങൾ പോസിബിളാണ്. അതിൽ ഏജ് റിലേറ്റഡ് മാക്കുലർ ഡിജനറേഷൻ എന്ന് പറയുന്നൊരു അസുഖമാണ് കുറച്ച് പ്രായമായവരിൽ കാണുന്നത്. പിന്നെ ഡയബറ്റിസ് ഉള്ളവർക്ക് ഡയബറ്റിക് മാക്കുലർ എഡിമ അല്ലെങ്കിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നീ അസുഖങ്ങൾ വരാം. പിന്നെ ബ്ലഡ് പ്രഷർ കൂടുതലായിട്ടുള്ളവർക്ക് ചിലപ്പോൾ ചില രക്തക്കുഴലുകൾ ബ്ലോക്ക് വരികയും അതുകൊണ്ട് കാഴ്ച കുറയുകയും ചെയ്യാം. ഈ പല അസുഖങ്ങളും കണ്ണിനുള്ളിലേക്ക് രക്തസ്രാവം ഉണ്ടാക്കുകയും ബ്ലീഡിംഗ് ഉണ്ടാക്കുകയും അല്ലെങ്കിൽ റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ്, റെറ്റിന ഇളകി വരികയും ചെയ്തിട്ടാണ് കാഴ്ച കുറയുന്നത്. ഇനി കണ്ണിൻ്റെ പിന്നിലുള്ള ഒപ്റ്റിക് നെർവാണ് കണ്ണിനെയും ബ്രെയിനിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഈ കണ്ണിനെയും ഈ ഒപ്റ്റിക് നെർവിന് എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ, ഒപ്റ്റിക് ന്യൂറൈറ്റിസ് അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിലും നമുക്ക് കാഴ്ച കുറയാം. സംബന്ധമായിട്ട് കാഴ്ച കുറയാനുള്ള കാരണം എന്താണ്? കൃഷ്ണമണി അഥവാ കോർണിയ കണ്ണിൻ്റെ ഏറ്റവും മുമ്പിലുള്ള കവറിംഗ് ആണ്. അത് വളരെ സുതാര്യമാണ്. ഈ സുതാര്യത നിലനിർത്തുവാൻ വേണ്ടി നമ്മളുടെ ബോഡി തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിൽ ചെയ്തിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും ഒരു സുതാര്യത നഷ്ടപ്പെടുകയാണെങ്കിൽ അതിനുള്ള പല കാരണങ്ങളുണ്ടാവാം. ചിലപ്പോൾ ഒരു ഇഞ്ചുറി ആയിരിക്കാം, ഏറ്റവും കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും ഇഞ്ചുറി ആയിരിക്കാം. എന്തെങ്കിലും ഒരു സാധനം അടിച്ചു കൊള്ളുന്നു, അല്ലെങ്കിൽ ഒരു വടി, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഭാഗത്ത് തൊലി, കൃഷ്ണമണിയുടെ തൊലി പോവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കൃഷ്ണമണിയിൽ ഇൻഫെക്ഷൻ വരാം അഥവാ പഴുപ്പ്. അതിനാണ് കോർണിയൽ അൾസർ എന്ന് പറയുക. വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് ഈ അൾസർ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു അൾസറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇഞ്ചുറിയോ സംഭവിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ അവിടെ ഒരു തഴമ്പാവും. ആ തഴമ്പ് ഒരു കോർണിയൽ സ്കാർ അല്ലെങ്കിൽ ഒരു ഒപ്പാസിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമാണ് ഉണ്ടാവുക. കൃഷ്ണമണിയുടെ സുതാര്യത ഇത് നഷ്ടപ്പെടുത്തും. പിന്നെ കൃഷ്ണമണിയുടെ നീര് വരുന്ന കണ്ടീഷനുണ്ട്, കോർണിയൽ എഡീമ എന്ന് പറയും. കൃഷ്ണമണിയുടെ ഷേപ്പിൻ്റെ ഓൾട്രേഷൻ വരുന്ന കണ്ടീഷനുണ്ട്, കെരറ്റോകോണസ് എന്ന് പറയും. കെരറ്റോകോണസ് ചിലപ്പോൾ കുട്ടികളിലായിരിക്കും, ഒരു 12 വയസ്സ് 13 വയസ്സിലായിരിക്കും കണ്ടു തുടങ്ങുന്നത്. അതൊരു 18 വയസ്സ് 20 വയസ്സ് വരെ ചിലപ്പോൾ കൂടാം. കൃഷ്ണമണിയുടെ ഷേപ്പ് ഒരു കോണിക്കൽ ഷേപ്പായി മാറുന്നതാണ് ഈ കെരറ്റോകോണസ്. യഥാസമയം കണ്ടുപിടിക്കുകയാണെങ്കിൽ ട്രീറ്റ് ചെയ്ത് കാഴ്ച പോവാതെ പിടിച്ചു നിർത്തുവാനായിട്ട് സാധിക്കുന്ന ഒരു കണ്ടീഷനാണ് കെരറ്റോകോണസ്. ഡോക്ടർ, നമുക്ക് ഈ തിമിരം വരുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ സാധിക്കും? ഈ രോഗത്തെക്കുറിച്ചൊന്ന് പറയാമോ? നമ്മളുടെ കണ്ണിലെ ലെൻസിൻ്റെ പ്രായം വരുമ്പോൾ വരുന്ന പ്രോട്ടീനിലെ ചേഞ്ചാണ് ഈ തിമിരമായി പ്രതിഫലിക്കുന്നത്. നമ്മളുടെ ലെൻസ് കണ്ണിനുള്ളിലെ മറ്റ് സ്ട്രക്ചേഴ്സ് പോലെ തന്നെ വളരെ സുതാര്യമാണ്. ഈ സുതാര്യതയുടെ ആവശ്യകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റിൻ്റെ ഒരിത്തിരി ഒരു അംശം പോലും കുറയാതെ കറക്റ്റായിട്ട് റെറ്റിനയിൽ വന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു വിഷ്വൽ അപ്പാരറ്റസ് മുഴുവൻ സുതാര്യമാണ്. ആ സുതാര്യത, ട്രാൻസ്പാരൻസി കുറയുന്ന ഒരു പ്രക്രിയയാണ് തിമിരം. കണ്ണിൻ്റെ ലെൻസിലെ പ്രോട്ടീനുകൾ കുറച്ച് പ്രായം ചെല്ലുമ്പോൾ അതിൽ ചേഞ്ചസ് വന്നിട്ട് അത് കണ്ണിൻ്റെ ലെൻസ് ഫൈബേഴ്സ് ഓരോന്നും കുറച്ച് വെളുത്ത് വരും. അപ്പോൾ ഓവറോളായിട്ട് ഒരു മൂടലാണ് പേഷ്യൻറ്റിന് സംഭവിക്കുക.
അതായത് ഒരു മൂടൽ മഞ്ഞിനുള്ളിലൂടെ നോക്കുന്നത് പോലെയാണ് പലപ്പോഴും പേഷ്യൻ്റ് കാണുന്നത്. ഏത് ലൊക്കേഷനിലാണ്, അതായത് ലെൻസിൻ്റെ ഏത് ഭാഗത്താണ് ഈ കാറ്ററാക്റ്റ് വന്നിട്ടുള്ളത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് പല ലക്ഷണങ്ങളുണ്ടാവാം. ചിലർക്ക് ബ്രൈറ്റായിട്ടുള്ള ലൈറ്റിലേക്ക് ഇറങ്ങിയാൽ ഒന്നും കാണില്ല, വേറെ ചിലർക്ക് ഇരുട്ടത്തിറങ്ങിയാൽ ഒന്നും കാണില്ല, വേറെ ചിലർക്ക് വായിക്കാനുള്ള കാഴ്ചയായിരിക്കും വളരെയധികം മങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഏത് ഭാഗത്താണ് ലെൻസിൻ്റെ കാറ്ററാക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നതിന് നോക്കി പല പല ലക്ഷണങ്ങൾ പോസിബിളാണ്. തിമിരമുണ്ടോ ഇല്ലയോ എന്നറിയുവാനായിട്ട് വളരെ കടുത്ത രീതിയിലുള്ള തിമിരമുണ്ടെങ്കിൽ നമ്മളൊരു ടോർച്ചടിച്ച് നോക്കിയാൽ തന്നെ ആ ലെൻസിൻ്റെ ഭാഗത്ത് വെളുത്തിരിക്കുന്നതായിട്ട് കാണാം. അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടില്ലെങ്കിൽ ഒരു ഓഫ്തൽമോളജിസ്റ്റ് നോക്കി സ്ലിറ്റ് ലാമ്പ് എന്ന് പറയുന്ന ഒരു ഉപകരണത്തിലൂടെ നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തിമിരമുണ്ടോ, എവിടെയാണ് തിമിരം, എത്ര തിമിരമുണ്ട് എന്നുള്ളത്. തിമിരം ഏജ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഒരു അസുഖമാണ്. അതിനെ തുള്ളിമരുന്ന് ഒഴിച്ചോ ഗുളിക കഴിച്ചോ നമ്മൾക്ക് പ്രായം കുറയ്ക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത് പോലെ തന്നെ തിമിരത്തിനെ ചികിത്സിക്കാൻ സാധിക്കില്ല. തിമിരമുണ്ടെങ്കിൽ ഒരു പരിധി കഴിഞ്ഞാൽ, നമ്മളുടെ കാഴ്ച കുറവ് ഒരു പരിധിയിൽ കൂടുതലായാൽ, നമുക്ക് വേണ്ട കാഴ്ച നമുക്കില്ല എന്നുള്ളൊരു തോന്നൽ വരികയാണെങ്കിൽ തിമിരം നമുക്ക് എടുത്തു മാറ്റുക എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ചികിത്സ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും തന്നെ സംഭവിക്കില്ല. കാഴ്ചക്കുറവിനെ കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ചർച്ച ചെയ്യുന്നത്. ചർച്ച തുടരും ഇടവേളയ്ക്ക് ശേഷം. രാമായണ പുണ്യം വിതറുന്ന കർക്കിടക മാസ സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കാൻ രാമ 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 പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ലൗകിക ജീവിതത്തിൽ രാമായണത്തിന്റെ പ്രസക്തി, രാമായണ വിചാരവുമായി പ്രശസ്ത നോവലിസ്റ്റും ചിന്തകനുമായ ശ്രീ സി രാധാകൃഷ്ണൻ. സകലാഭീഷ്ട സിദ്ധിയാണ് രാമായണത്തിൻ്റെ ഫലശ്രുതി. നമ്മുടെ എല്ലാ അഭീഷ്ടങ്ങളും രാമായണ പാരായണത്തിലൂടെ സാധിക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ കർക്കിടക സന്ധ്യകളെ വിശുദ്ധമാക്കാൻ രാമായണ മാസ പ്രത്യേക സന്ധ്യാദീപം ദിവസവും വൈകുന്നേരം 6:30 നിങ്ങളുടെ സ്വന്തം അമൃത ടിവിയിൽ. ചർച്ചയിലേക്ക് തിരികെ സ്വാഗതം. ഡോക്ടർ, ഈ ഗ്ലോക്കോമ എന്ന അസുഖത്തെക്കുറിച്ചൊന്ന് പറയാമോ? കണ്ണിൻ്റെ ഉള്ളിലെ സമ്മർദ്ദം അഥവാ പ്രഷർ കൂടുന്ന അസുഖമാണ് ഗ്ലോക്കോമ. നമ്മളുടെ കണ്ണിൻ്റെ ഷേപ്പ് അതുപോലെ ഇരിക്കുന്നതിൻ്റെ കാരണം കണ്ണിൻ്റെ ഉള്ളിലെ ദ്രാവകത്തിന് ഒരു പ്രഷറുണ്ട്. നോർമൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10-നും 20-നും ഇടയിലാണ്. 20 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി, അത്രയാണ് ഏകദേശം നമ്മളുടെ പ്രഷർ. അപ്പോൾ ഈ നോർമൽ പ്രഷറിൽ നിൽക്കുമ്പോഴാണ് കണ്ണിൻ്റെ ഉള്ളിലുള്ള എല്ലാ സ്ട്രക്ചേഴ്സിനും വളരെ നല്ല രീതിയിൽ രക്തഓട്ടം വരുന്നതുമൊക്കെ. പ്രഷർ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റേതായ ഒരുപാട് പ്രശ്നങ്ങൾ കണ്ണിലുണ്ടാകും. പ്രഷർ 20 മില്ലിമീറ്റർ ഓഫ് മെർക്കുറിയേക്കാൾ കൂടുന്ന ഒരു കണ്ടീഷനാണ് ഗ്ലോക്കോമ. 20 മില്ലിമീറ്റർ ഓഫ് മെർക്കുറിയേക്കാൾ കൂടുതൽ പ്രഷറുള്ള എല്ലാവർക്കും ഗ്ലോക്കോമയുണ്ടോ? ഇല്ല. ചിലർക്ക് ഓക്കുലർ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. ഈ ചെറിയ ഒരു 20, 22, 23, 24 പ്രഷറാണ് കണ്ണിൻ്റെ ഉള്ളിലെ റെറ്റിനയ്ക്കും റെറ്റിനൽ നെർവ് ഫൈബർ ലെയറിനും ഒപ്റ്റിക് നെർവിനും ഒരു ഡാമേജും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഓക്കുലർ ഹൈപ്പർ ടെൻഷൻ എന്നാണ് പറയുക. അതേസമയം ഒരു 25, 28 പ്രഷറും കണ്ണിൻ്റെ ഉള്ളിലെ ഒപ്റ്റിക് നെർവിനോ റെറ്റിനൽ നെർവ് ഫൈബർ ലെയറിനോ ഒക്കെ ഡാമേജ് സംഭവിക്കുകയാണെങ്കിൽ അതിന് ടിപ്പിക്കലി ഗ്ലോക്കോമ എന്ന് പറയും. കണ്ണിൻ്റെ ഗ്ലോക്കോമ 2 രീതിയിലുള്ളതുണ്ട്. ഒന്ന് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ എന്ന് പറയും. കണ്ണിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആംഗിൾ എന്ന് പറയുന്ന ഒരു ഭാഗത്തൂടെയാണ് കണ്ണിനുള്ളിലേക്കുള്ള ഫ്ലൂയിഡ് വെളിയിലേക്ക് പോകുന്നത്. ഈ ആംഗിൾ ഓപ്പൺ ആണെങ്കിൽ അതിന് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ എന്ന് പറയും. അത് വളരെ സാവധാനമേ മുന്നോട്ട് പോവുകയുള്ളൂ. നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ലക്ഷണവും, രോഗത്തിൻ്റെതായ ഒരു ലക്ഷണവും നമുക്ക് ഉണ്ടാവുകയില്ല. പ്രഷർ 25, 26 ആയാൽ പോലും നമുക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും അതുകൊണ്ട് ഉണ്ടാവുകയില്ല. 10-25 വർഷം കൊണ്ട് പതുക്കെ പതുക്കെ നമ്മളുടെ സൈഡിലെ വിഷൻ കംപ്ലീറ്റായി മാറി കുറഞ്ഞ് ഒരു ട്യൂബിനുള്ളിൽ കൂടെ കാണുന്നത് പോലെയുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നതാണ് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയുടെ സവിശേഷത. മറ്റേ ടൈപ്പ് ഗ്ലോക്കോമ ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ എന്ന് പറയുന്നവരാണ്. അത് ഈ ഓപ്പൺ ആയിട്ടുള്ള ആംഗിൾ പതുക്കെ ക്ലോസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ക്ലോസ് ചെയ്ത് കഴിയുമ്പം ഫ്ലൂയിഡിന് വെളിയിലേക്ക് പോകാൻ പറ്റുന്നില്ല.
അങ്ങനെ കണ്ണിനുള്ളിലെ പ്രഷർ ഒരുപാട് കൂടുന്നതാണ് ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ. ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയ്ക്ക് നേരെ വിപരീതമായി ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമയിൽ പെട്ടെന്ന് തന്നെ പ്രഷർ 50, 60, 70 എന്നുള്ള മില്ലിമീറ്റർ ഓഫ് മെർക്കുറിയിലേക്ക് കൂടുകയും അതുകൊണ്ട് വളരെ സിവിയർ ആയിട്ടുള്ള പെയിൻ, വേദന, കണ്ണ് ചുമക്കുക, കണ്ണിൻ്റെ പെട്ടെന്ന് കാഴ്ച മങ്ങുക എന്നുള്ള ലക്ഷണങ്ങളായിട്ടുമാണ് ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ പ്രത്യക്ഷപ്പെടുന്നത്. വളരെ റെയർലി പ്രഷർ കുറഞ്ഞ ആളുകൾക്ക് പോലും ഒപ്റ്റിക് നെർവിലും റെറ്റിനൽ നെർവ് ഫൈബർ ലെയറിലും ഡാമേജ് വരികയും അതിന് നോർമൽ ടെൻഷൻ ഗ്ലോക്കോമ എന്ന് പറയുകയും ചെയ്യും. അപ്പോൾ കണ്ണിൻ്റെ പ്രഷർ നോക്കിയാലല്ലാതെ നമുക്ക് അറിയാൻ പറ്റുകയില്ല. അതിന് ടോണോമെട്രി എന്ന് പറഞ്ഞൊരു മാർഗത്തിലൂടെ നമുക്ക് കണ്ണിൻ്റെ പ്രഷർ അളക്കാൻ സാധിക്കും. അത് ചെയ്യാതെ നമുക്ക് കണ്ണിൻ്റെ പ്രഷർ എത്ര എന്ന് നോക്കി പറയാനായിട്ട് സാധിക്കുകയില്ല. ഡോക്ടർ, ഈ റെറ്റിനയിൽ എന്തൊക്കെ അസുഖമാണ് സാധാരണ ഉണ്ടാകുന്നത്? റെറ്റിനയിൽ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ഡയബറ്റിക് റെറ്റിനോപ്പതി തന്നെയാണ്. അതായത് കണ്ണിൻ്റെ ഉള്ളിൽ ഷുഗർ കൊണ്ടുവരുന്ന ഡാമേജ്. ഡയബറ്റിക് റെറ്റിനോപ്പതി, ഡയബറ്റിസ് ഉള്ള രോഗികൾ, ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ട്, ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ട്. ടൈപ്പ് 1 എന്ന് പറയുന്നത് കുട്ടികളിൽ വരുന്ന ഡയബറ്റീസ് ആണ്. ഒരു 40 വയസ്സിനോട് അടുപ്പിച്ച് വരുന്ന ഡയബറ്റീസ് ആണ് ടൈപ്പ് 2 ഡയബറ്റീസ്. സാധാരണഗതിക്ക് ഒരു 10 വർഷത്തെ ഡയബറ്റീസ് വരുമ്പോഴത്തേക്കും ചെറിയ രക്തക്കുഴലുകൾക്കുള്ളിൽ കൊഴുപ്പും ഷുഗറും ഒക്കെ വന്ന് അടിഞ്ഞ് പതുക്കെ പതുക്കെ റെറ്റിനയിലേക്കുള്ള രക്തോട്ടം കുറയും. ഈ രക്തോട്ടം കുറഞ്ഞതിന് ശേഷം ബോഡി എങ്ങനെയെങ്കിലും ഓക്സിജൻ കൂടുതൽ കിട്ടാനായിട്ട് ശ്രമിക്കും. അതിനുവേണ്ടി റെറ്റിനയിൽ നിന്ന് VEGF അഥവാ വാസ്കുലർ എൻഡോത്തീലിയൽ ഗ്രോത്ത് ഫാക്ടർ എന്ന് പറയുന്നൊരു ചെറിയൊരു മോളിക്യൂൾ റിലീസ് ചെയ്യും. ഈ മോളിക്യൂളാണ് ഇപ്പോൾ നമ്മളുടെ അറിവിൽ മേജറായിട്ടുള്ള എല്ലാ പ്രോബ്ലത്തിൻ്റെയും കാരണം. ഈ രക്തോട്ടം കുറയുന്നത് കൺട്രോൾ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് ഷുഗർ കൺട്രോളാണ്. അപ്പോൾ ആദ്യത്തെ ഒരു 10-15 വർഷത്തെ ഷുഗർ കൺട്രോളാണ് നമുക്ക് ഫർദർ ലേറ്റർ ഇൻ ലൈഫ് ഡയബറ്റിക് റെറ്റിനോപ്പതി എത്ര ശക്തമായി വരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് അറിയാവുന്നത്. അപ്പം ഏറ്റവും നല്ല രീതിയിൽ ഷുഗർ കൺട്രോൾ ആക്കുകയാണെങ്കിൽ ലോങ് ടേമിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി വരാനുള്ള ചാൻസ് ഒരുപാട് കുറയും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓക്സിജൻ കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഓക്സിജൻ കൂട്ടാൻ വേണ്ടി VEGF എന്ന് പറയുന്ന മോളിക്യൂൾ ലിബറേറ്റ് ചെയ്യും. ഈ VEGF കണ്ണിൻ്റെ ചെറിയ രക്തക്കുഴലുകളെ ഡാമേജ് ചെയ്യുകയും അതിൽ നിന്ന് ലീക്ക് ചെയ്യുകയും ചെയ്യും. ഈ ലീക്ക് ചെയ്യുമ്പോൾ ബോഡിയുടെ വിചാരം ഓക്സിജൻ പുറത്തേക്ക് വരുമെന്നാണ്. പക്ഷേ ആക്ച്വലി കൊഴുപ്പും ജലാംശവും ഒക്കെ വന്ന് ആ കണ്ണിൻ്റെ ഏറ്റവും നടുക്കുള്ള, റെറ്റിനയുടെ ഏറ്റവും നടുക്കുള്ള മാക്കുല എന്ന ഭാഗത്ത് ഒരു നീർക്കെട്ടുണ്ടാക്കും. ആ നീർക്കെട്ടുണ്ടാക്കുമ്പോൾ ലൈറ്റ് വന്ന് ഫോക്കസ് ആവുന്ന ഭാഗത്ത് മുഴുവൻ നീര് കെട്ടിയിരിക്കുകയാണ്, ക്ലാരിറ്റി ഉണ്ടാവില്ല. അതാണ് ആദ്യത്തെ പ്രശ്നം. മാക്കുലാർ എഡീമ, ഡയബറ്റിക് മാക്കുലാർ എഡീമ എന്നാണ് അതിന് പറയുന്നത്. കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, രോഗം കുറച്ചുകൂടെ മൂർച്ഛിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ VEGF തന്നെ ഈ ലീക്കിംഗ് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ പുതിയ രക്തക്കുഴലുകളെ ഉണ്ടാക്കും. ഈ പുതിയ രക്തക്കുഴലുകൾ വളരെ അതിലോലവും മൃദുലവുമാണ്. അത് പെട്ടെന്ന് നമ്മളൊന്ന് ഉറക്ക തുമ്മുകയാണെങ്കിലോ അല്ലെങ്കിൽ പെട്ടെന്ന് തലയൊന്ന് കുലുങ്ങുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പൊട്ടി ബ്ലീഡ് ചെയ്യും. അങ്ങനെ കണ്ണിൻ്റെ ഉള്ളിൽ രക്തസ്രാവം ഉണ്ടാവും. കണ്ണിന് പുറത്തേക്ക് രക്തം ഒഴുകി വരില്ല, പക്ഷെ കണ്ണിനുള്ളിൽ വളരെ മാസീവായിട്ട് രക്തസ്രാവം ഉണ്ടാവും. പെട്ടെന്ന് തന്നെ കാഴ്ച നഷ്ടപ്പെടാം. അതിനാണ് വിട്രിയസ് ഹെമറേജ് എന്ന് പറയുന്നത്. ഒരു പടി കൂടെ മുന്നോട്ട് കടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ റെറ്റിന തന്നെ ഇളകി വരാവുന്നൊരു സവിശേഷത ഉണ്ടാവും. അതിനാണ് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി കണ്ണിൻ്റെ കാഴ്ച കുറയ്ക്കുന്നത്. മറ്റ് പ്രശ്നങ്ങൾ, നമ്മളുടെ രക്തക്കുഴലുകൾ, കണ്ണിൻ്റെ രക്തക്കുഴലുകൾ പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ആവാവുന്ന ഒരു കണ്ടീഷനുണ്ട്. നമ്മളുടെ ഹാർട്ടിലെ കൊറോണറി വെസൽസ് ബ്ലോക്ക് ആവുന്നതിനാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ബ്രെയിനിൽ രക്തക്കുഴൽ ബ്ലോക്ക് ആവുന്നതിനാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. എന്ന് പറയുന്നത് പോലെ കണ്ണിനുള്ളിലെ ചെറിയ രക്തക്കുഴലുകൾ ബ്ലോക്ക് വരാം. അതിന് സെൻട്രൽ റെറ്റിനൽ ആർട്ടറി ഒക്ലൂഷൻ അല്ലെങ്കിൽ സെൻട്രൽ റെറ്റിനൽ വെയിൻ ഒക്ലൂഷൻ എന്നൊക്കെ പറയാം. ആർട്ടറിയാണോ വെയിനാണോ ബ്ലോക്ക് ആവുന്നത് എന്നുള്ളതിനെ ഇതായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ സൈഡിലെ രക്തക്കുഴൽ ബ്ലോക്ക് ആവും. അതിനാണ് ബ്രാഞ്ച് റെറ്റിനൽ വെയിൻ ഒക്ലൂഷൻ അല്ലെങ്കിൽ ബ്രാഞ്ച് റെറ്റിനൽ ആർട്ടറി ഒക്ലൂഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ സാധാരണ വരുന്ന ബ്ലഡ് പ്രഷർ കൂടുതലുള്ള രോഗികളിലാണ്. പിന്നെ മറ്റൊരു പ്രധാന കാരണം ഏജ് റിലേറ്റഡ് മാക്കുലാർ ഡിജനറേഷൻ എന്ന് പറയുന്നതാണ്. പ്രായം ചെല്ലുമ്പോൾ റെറ്റിനയുടെ ചില സെല്ലുകളുടെ പ്രവർത്തനം വളരെ കുറയുകയും
ആ ഉള്ളിലെ രക്തക്കുഴലുകൾ മുകളിലേക്ക് സെൻട്രൽ മാക്കുലയിൽ ഗ്രോ ചെയ്യുകയും അത് ബ്ലീഡ് ചെയ്യുകയും ചെയ്യുന്നൊരു അസുഖമാണ് ഏജ് റിലേറ്റഡ് മാക്കുലർ ഡിജനറേഷൻ. അതുകൊണ്ട് നമുക്ക് വായിക്കാനുള്ള അല്ലെങ്കിൽ ദൂരെ ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ആ ഒരു ഭാഗത്ത് ഒരു കറുത്ത ഒരു നിഴലാണ് വരിക. അപ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും ഒരു കറുത്ത നിഴൽ മാത്രമേ നമ്മൾ കാണുകയുള്ളൂ. അതാണ് ആ രോഗത്തിൻ്റെ സവിശേഷത. പിന്നെ നമുക്ക് ടെൻഷൻ കൂടുതലുള്ള സന്ദർഭങ്ങളിൽ ചിലപ്പോൾ റെറ്റിനയ്ക്കുള്ളിൽ ഫ്ലൂയിഡ് കെട്ടാവുന്ന ഒരു അസുഖമുണ്ട്. അതിനാണ് സെൻട്രൽ സീറസ് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. അത് ടെൻഷൻ കുറഞ്ഞ് പതുക്കെ പതുക്കെ റിലാക്സ് ചെയ്യുകയാണെങ്കിൽ തന്നെത്താനെ ഒരു 2-3 മാസം കൊണ്ട് പലർക്കും മാറാവുന്നതാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അസുഖം റെറ്റിനൽ ഡിറ്റാച്ച്മെൻ്റ് ആണ്. കണ്ണിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ടയർ, ഒരു റെറ്റിനയിൽ ഒരു ടയർ വരികയാണെങ്കിൽ, ഒരു കീറൽ വരികയാണെങ്കിൽ അതിനുള്ളിലൂടെ ഫ്ലൂയിഡ് ഉള്ളിലേക്ക് വന്ന് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നൊരു പ്രോബ്ലം വരാം. ഒരു സൈഡിൽ പെട്ടെന്ന് മിന്നലൊക്കെ വരിക, ഇരുട്ടത്തൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ മിന്നുന്ന പോലെ തോന്നുക. അതിനുശേഷം കണ്ണിന് മുമ്പിൽ മാറാമ്പില വല പോലെ അല്ലെങ്കിൽ ചെറിയ ചെറിയ പുള്ളിക്കുത്തുകൾ പോലെ കാണുക. അതിനുശേഷം ഒരു സൈഡിൽ നിന്ന് കാഴ്ച ഇങ്ങനെ കുറഞ്ഞു വരിക. ഒരാഴ്ച കൊണ്ട് ഒരാളുടെ കാഴ്ച മുഴുവനായും പൂർണ്ണമായും പോകാവുന്നൊരു കണ്ടീഷനാണ് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ്. ഈ റെറ്റിനയുടെ അസുഖങ്ങൾക്ക് പലതിനും നമുക്ക് ഞരമ്പിലെ നീരിന് നമുക്ക് കണ്ണിനുള്ളിലേക്ക് മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്യുകയും ഈ ഡിറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ബ്ലീഡിങ് പോലെയുള്ള അസുഖങ്ങൾ നമുക്ക് ഓപ്പറേറ്റ് ചെയ്ത് ശരിയാക്കുകയും ചെയ്യേണ്ടി വരും. കണ്ണിൻ്റെ കാഴ്ച നിലനിർത്താൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഓരോ സ്റ്റേജിലും നമുക്ക് കാഴ്ച നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ചെറുപ്പകാലത്തെ അന്നത്തെ അത് നമുക്ക് കാഴ്ച നോക്കണമെങ്കിൽ ഒരു ക്ലിനിക്കിൽ കൊണ്ടുപോയി കാഴ്ച പരിശോധിച്ചാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ കുട്ടികളുടെ കാഴ്ച നമുക്ക് അറിയാൻ സാധിക്കില്ല. പിന്നെ അറ്റ് സം പോയിൻ്റ് ഓഫ് ടൈം ഒരു 30-40 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി നമ്മളുടെ കാഴ്ച നമ്മൾ പരിശോധിക്കണം. കണ്ണാടിയുടെ പവർ നോക്കുന്ന സമയത്ത് തന്നെ കണ്ണിൻ്റെ പ്രഷർ നോക്കുക. പിന്നെ കണ്ണിൻ്റെ ഉള്ളിൽ റെറ്റിനയിൽ എന്തെങ്കിലും പ്രോബ്ലം വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് ഡയലേറ്റ് ചെയ്ത് നോക്കുക. ഇതൊക്കെ ചെയ്യാവുന്നതാണ്. ഡയബറ്റിസ് ഉള്ള രോഗികൾ ഷുഗർ നന്നായിട്ട് കൺട്രോൾ ചെയ്യുക. വർഷത്തിലൊരിക്കൽ ഡയലേറ്റ് ചെയ്ത് റെറ്റിന പരിശോധിച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അല്ല, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഒരു 5 വർഷം കൂടുമ്പോൾ ഒരു കണ്ണിൻ്റെ എക്സാമിനേഷൻ, തിമിരം വരുന്നുണ്ടോ, ഗ്ലോക്കോമയുടേതായിട്ടുള്ള പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടോ, റെറ്റിനയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, കണ്ണാടിയുടെ പവർ എന്തെങ്കിലും മാറിയിട്ടുണ്ടോ, കാഴ്ച കുറവുണ്ടോ, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യത്തക്ക വിധത്തിൽ വേറെ എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടോ എന്നൊക്കെ നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ വളരെ റെഗുലറായിട്ടുള്ള ഒരു ഐ എക്സാമിനേഷൻ കൊണ്ട് നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാ അസുഖങ്ങളെയും നേരത്തെ കണ്ടുപിടിക്കുവാനും പ്രതിരോധിക്കുവാനും കാഴ്ച പോവാതെ പിടിച്ചു നിർത്തുവാനും സാധിക്കും. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ അറിയില്ല. 2 കണ്ണും തുറന്നു നോക്കുമ്പോൾ നമുക്ക് ഒരു കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞോ എന്നറിയില്ല. ഒരു കണ്ണ് അടച്ചു വെച്ച് നോക്കുക, എന്തെങ്കിലും ചെറിയ അക്ഷരം വായിക്കുക, ദൂരെയുള്ള എല്ലാം കാണുന്നുണ്ടോ എന്ന് നോക്കുക. അതേ കാഴ്ച തന്നെ മറ്റേ കണ്ണ് അടച്ചു വെച്ചിട്ടും അത്രയും ചെറിയ അക്ഷരങ്ങളും ദൂരെയുള്ള കാഴ്ചയും ഒന്ന് നോക്കുക. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു കണ്ണിന് കുറവ് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് വളരെ എളുപ്പം കണ്ടുപിടിക്കുവാൻ സാധിക്കും. കാഴ്ചക്കുറവിനെ കുറിച്ചായിരുന്നു ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ചയിൽ പങ്കെടുത്തത് കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഒഫ്താൽമോളജി വകുപ്പ് മേധാവിയായ ഡോക്ടർ ഗോപാൽ എസ് പിള്ളയാണ്. ഡോക്ടർ വളരെയധികം നന്ദി ആരോഗ്യ വാർത്തകളിൽ പങ്കെടുത്ത് വിവരങ്ങൾ പങ്കുവച്ചതിന്. ഇനിയൊരു വേള. ഉണ്ട്, സർക്കസ് ഉണ്ട്, സ്കിറ്റ് ഉണ്ട്. ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് വെള്ളി ശനി ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക്. 6
മണിക്കൂറിന് താഴെ ഉറങ്ങുന്നവരെ കാത്തിരിക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളെന്ന് റിപ്പോർട്ട്. ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ എന്നീ രോഗങ്ങളെയെല്ലാം ഈ ഉറക്കക്കുറവ് ക്ഷണിച്ചു വരുത്തും. മാത്രമല്ല, ഉറക്കക്കുറവുള്ളവർക്ക് പക്ഷാഘാതം, ഹൃദയാഘാതം എന്നിവ വരാനുള്ള സാധ്യതയും കൂടുതലാണെന്ന് ഗവേഷകർ പറയുന്നു. പൊതുവെ ഹൃദയ സംബന്ധമായ പ്രശ്നമുള്ള ആളാണ് ഉറക്കക്കുറവ് നേരിടുന്നതെങ്കിൽ അക്കാര്യം ഡോക്ടറെ അറിയിച്ച് ഉടൻ പ്രതിവിധി തേടണമെന്നും ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നു. ഇത് അപകട സാധ്യത 2 മടങ്ങ് വരെ കൂട്ടിയേക്കാം. ഉറക്കക്കുറവിനെ സംബന്ധിച്ച ഈ നിരീക്ഷണങ്ങൾ അമേരിക്കൻ ഹാർട്ട് ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആരോഗ്യ വാർത്തകളുടെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒരു കുഞ്ഞിനെങ്കിലും മുലയൂട്ടിയിട്ടുള്ള അമ്മമാർക്ക് ഗർഭപാത്ര ക്യാൻസറിനുള്ള സാധ്യത കുറവ്. പരീക്ഷണ വിജയവുമായി ഓസ്ട്രേലിയയിലെ ഗവേഷകർ. 6 മണിക്കൂറിന് താഴെ ഉറങ്ങുന്നവരെ കാത്തിരിക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ. ജീവിതശൈലി രോഗങ്ങൾക്ക് പുറമെ പക്ഷാഘാതത്തിനും ഹൃദയാഘാതത്തിനും സാധ്യത. മുംബൈയിലെ സർക്കാർ സ്കൂളുകളിലെ 3-1 കുട്ടിക്ക് പോഷകാഹാരക്കുറവ്. ആരോഗ്യ വാർത്തകൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. amrthatv.com/health സന്ദർശിക്കുക. യൂട്യൂബിൽ കാണാൻ youtube.com/amrthatv സന്ദർശിക്കുക. ആരോഗ്യ വാർത്തകൾ വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30. നമസ്കാരം.